സിനിമ, രാഷ്ട്രീയം എന്നതിനേക്കാൾ എല്ലാം സുരേഷ് ഗോപി പ്രാധാന്യം നൽകുന്ന ഒന്ന് കുടുംബമാണ്. ഭാര്യ രാധയ്ക്ക് 4 മക്കളും ഒപ്പമില്ലെങ്കിൽ ശൂന്യത അനുഭവിക്കുന്ന പോലാണ് താരത്തിന്. മക്കളോടുള്ള സ്നേഹത്തെക്കുറിച്ചും ഭാര്യയോടുള്ള പ്രണയത്തെക്കുറിച്ചുമെല്ലാം പലപ്പോഴായി നടൻ സംസാരിച്ചിട്ടുമുണ്ട്. 18-ാം വയസ്സിലാണ് സുരേഷ് ഗോപിയുള്ള രാധികയുടെ വിവാഹം നടന്നത്. ഇരുവരും തമ്മിൽ 13 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. എല്ലായിടത്തും ഭാര്യ സുരേഷ് ഗോപിക്കും പിന്തുണ എത്താറുണ്ട്. 54 പിന്നിട്ട രാധിക നല്ലൊരു ഗായിക കൂടിയാണ്. പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാറില്ലെങ്കിലും വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം ലാളിത്യം സൂക്ഷിക്കുന്ന സൗമ്യമായ പ്രകൃതിക്കാരിയാണ് താരപത്നി. ഇപ്പോഴത്തെ ഭാര്യയെക്കുറിച്ച് സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. രാധിക ഒപ്പമില്ലാതെയുള്ള ജീവിതത്തെക്കുറിച്ച് തനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ലെന്ന് സുരേഷ് ഗോപി പറയുന്നു. എൻ്റെ ഭാര്യയോട് ഞാൻ ദേഷ്യപ്പെടാറുണ്ട്. നിങ്ങൾ പുറത്തു കാണുന്ന ദേഷ്യമെല്ലാം എനിക്ക് വീട്ടിലുമുണ്ട്. ദേഷ്യം ഞാൻ എൻ്റെ വീട്ടിൽ പ്രകടിപ്പിക്കാറുണ്ട്. വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയും. പക്ഷേ അടുത്ത നിമിഷം അവൾ വന്ന് എനിക്ക് ചോറ് വിളമ്പി തന്നില്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. വീട്ടിൽ 3 ജോലിക്കാരുണ്ട്. അവർ കറികൾ ഉണ്ടാക്കിയാലും എൻ്റെ ഭാര്യ അതെല്ലാം ഒന്ന് തവി കൊണ്ട് ഇളക്കി എനിക്ക് വിളമ്പി തന്നില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം ഇറങ്ങില്ല. അടുത്തിടെ ഞാൻ ആലോചിച്ചിരുന്നു, ഞാൻ പോണോ അതോ അവളാ പോകണോ ആദ്യമെന്ന്. അതിന് എനിക്കൊരു ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. 2 ഞാൻ ചിന്തിച്ചത് നോക്കിയിട്ടുണ്ട്. അവൾ ഇല്ലെങ്കിൽ ആ വീട്ടിൽ ഞാൻ എങ്ങനെ ജീവിക്കുമെന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ആണും പെണ്ണും തമ്മിൽ ഏറ്റക്കുറച്ചിലുകളോ അല്ലെങ്കിൽ അവൾക്ക് കൊടുത്ത സ്ഥാനമോ എനിക്ക് കൊടുത്ത സ്ഥാനം എന്നൊന്നുമില്ല. ബന്ധത്തിന്റെ കെട്ടുറപ്പ് മറ്റു എന്തൊക്കെയാണ്, അത് ദിവ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്നാണ് ഒരിക്കൽ കുടുംബബന്ധത്തെയും ഭാര്യ-ഭർത്തൃ ബന്ധത്തെയും കുറിച്ച് സംസാരിക്കവേ സുരേഷ് ഗോപി പറഞ്ഞത്. വീഡിയോ വൈറലായതോടെ ഭാഗ്യം ചെയ്ത സ്ത്രീയാണ് രാധിക എന്നാണ് കമന്റുകൾ. ദാമ്പത്യം ജീവിച്ച് നയിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ് ഏറെയും കമന്റുകൾ കുറിച്ചിരിക്കുന്നത് എന്നാണ് മറ്റൊരു സവിശേഷത. രാധികയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ കണ്ണുകൾ നിറയുന്നു. സ്നേഹമുള്ള പുരുഷന്റെ അടയാളം എന്നാണ് ഒരാൾ കുറിക്കുന്നത്.